ഹലോ വെൽക്കം ടു ജസ്റ്റ് കുറച്ച് കാലമായി കല്ലുമ്മക്കായെല്ലാം തിന്നിട്ട് അങ്ങനെ ഇന്ന് കുറച്ച് കല്ലുമ്മക്കായ കിട്ടിയ ഞാൻ ഇതുവരെ സ്വന്തമായിട്ട് കല്ലുമ്മക്കായ പൊരിച്ച് തിന്നിട്ടില്ല കേട്ടോ. ആരെങ്കിലും പൊരിച്ചിട്ടുള്ള കല്ലുമ്മക്കായ തിന്നലാണ് പതിവ്. അല്ലെങ്കിൽ ഈ അരിയെല്ലാം ശരിയാക്കി തന്നിട്ട് നിറച്ചു കൊടുക്കും, പൊരിച്ചു കൊടുക്കും. ഇത്ര ഹെൽപ്പുകൾ മാത്രമേ ഞാൻ ഈ കല്ലുമ്മക്കായ്ക്ക് വേണ്ടി ചെയ്യുള്ളൂ. ഇന്ന് ഞാൻ അരിയെല്ലാം ഉണ്ടാക്കിയിട്ട് സ്വന്തമായിട്ട് നിറച്ച് പൊരിക്കാൻ പോകുന്നു. ഇത് എൻ്റെതായ ഒരു സ്റ്റൈലിലുള്ള കല്ലുമ്മക്കായാണ്. ഒതന്റിക് ആയിട്ടുള്ള ഒരു കല്ലുമ്മക്കായ പൊരിച്ചെന്ന് പറയാൻ പറ്റില്ല. അപ്പം കല്ലുമ്മക്കായൻ്റെ എണ്ണം കുറവാണെങ്കിലും അംഗസംഖ്യ കൂടുതലാണെങ്കിലും നമുക്ക് ഈ ഒരു പരീക്ഷണം ചെയ്തു. അപ്പം ചെറുതായിട്ട് വളഞ്ഞ് മൂക്ക് പിടിക്കലാണെങ്കിലും എന്നാലും നമുക്ക് എല്ലാവർക്കും അങ്ങോട്ട് എത്തിക്കാം. ആദ്യം അരിയിൽ വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായി കുഴച്ചെടുത്തതിന് ശേഷം കല്ലുമ്മക്കായ കട്ട് ചെയ്തിട്ട് അതിൻ്റെ അകത്തേക്ക് വീണ്ടും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഊരി മാറ്റി വെച്ച ഷെല്ലിൻ്റെ അകത്തോട്ടേക്ക് വീണ്ടും നിറച്ചു കൊടുക്കുക. കേൾക്കുമ്പം ചെറിയ വളഞ്ഞ മൂക്ക് പിടിക്കലാണെങ്കിലും കല്ലുമ്മക്കായൻ്റെ ടേസ്റ്റ് ഒട്ടും അങ്ങോട്ട് മാറിയില്ല. മാത്രമല്ല നമുക്ക് അതിൻ്റെ ഷേപ്പ് തന്നെ കിട്ടുകയും ചെയ്യും. നമ്മൾ സാധാരണ പോലെ തന്നെ അതിൻ്റെ അകത്ത് ആവിയെല്ലാം കയറ്റി പുഴുങ്ങിയെടുത്തതിന് ശേഷം എങ്ങനെയാണ് പൊരിച്ചെടുക്കൽ അതുപോലെ തന്നെ പൊരിച്ചെടുക്കുക. കല്ലുമ്മക്കായ എന്ന് പറഞ്ഞാൽ എൻ്റെ ചെറുപ്പത്തിലേ ഉള്ളൊരു ഫേവറേറ്റ് സ്നാക്കാണ്. എൻ്റെ മാത്രമല്ല ഒട്ടുമിക്ക മലയാളികളുടെ ഒരു ഫേവറേറ്റ് സ്നാക്ക്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് കല്ലുമ്മക്കായ നിറക്കൽ, അരിയിൽ എന്തൊക്കെ ചേർക്കലുണ്ട് അത് കമൻറ്റ് ചെയ്യാം കേട്ടോ.